ദിവന്റെ തലയിലിരിക്കുന്ന സാധനമല്ലേ, അതിന്റെ പേരാണ് ക്വിൽട്ട്. ഈ ക്വിൽട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എവിടെയാണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് അരീന മാർക്കറ്റ് പണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ മാർക്കറ്റിന്റെ ഒരു സെക്ഷനിൽ ഇങ്ങനെ പുതപ്പ്, ബെഡ്ഷീറ്റ്, പില്ലോ കവർ അതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ പല ടൈപ്പ് ക്വാളിറ്റിയിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാനുണ്ട്. ഒന്ന് സാധാരണ കോട്ടനും പിന്നെ അമേരിക്കൻ കോട്ടനും. അമേരിക്കൻ കോട്ടൺ എന്ന് പറയുന്ന ആ ഒരു കോട്ടന് ഏകദേശം സാധാരണക്കാളും കൂടുതൽ ഏകദേശം ഡബിൾ ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നൈജീരിയയിൽ താമസിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ, പ്രത്യേകിച്ച് ലാഗോസിലാണെന്നുണ്ടെങ്കിൽ അരീന മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നേരെ ഈ ഒരു സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറും ക്വാളിറ്റിയും ചൂസ് ചെയ്തിട്ട് ആ പ്രൈസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തതിനു ശേഷം അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. സാധാരണയായിട്ട് യാബ മാർക്കറ്റ്, അരീന മാർക്കറ്റ്, അങ്ങനെ ലാഗോസ് അരീന മാർക്കറ്റ്, ഈ 3 മാർക്കറ്റിലാണ് മെയിനായിട്ടും ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. ലാഗോസിൽ താമസിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മേടിക്കുന്നതിനേക്കാളും പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വളരെ വിലക്കുറവിൽ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കും. അതായത് 6x6, 6x4, 7x7, 8x7 അങ്ങനെ ഏത് ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ലഭിക്കും. അതും സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലും മോഡലിലും അവർ സ്റ്റിച്ച് ചെയ്ത് തരും. ഇതിന്റെ മെറ്റീരിയൽസും ക്വാളിറ്റി ഒക്കെ നമുക്ക് ഡയറക്റ്റ് നോക്കി ചെക്ക് ചെയ്ത് നമുക്ക് മേടിക്കാവുന്നതാണ്. അത് മാത്രമല്ല കർട്ടൻസും പിന്നെ അതുപോലെ തുണിത്തരങ്ങൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലൊക്കെ നമ്മുടെ നൈജീരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പറയരുത് സ്പ്രേ ബോട്ടിൽ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പറയരുത്. അതിന് പകരം ഇതുപോലത്തെ ഐറ്റംസ് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈട് നിൽക്കുന്ന തുണിത്തരങ്ങൾ നമുക്ക് ഇവിടുന്ന് തന്നെ ലഭിക്കും. നൈജീരിയയിൽ പുതിയതായിട്ട് വന്ന ആളുകളോ അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് കാണാത്ത ആളുകൾക്കോ ഈ ഒരു വീഡിയോ ഉപകരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എല്ലാ സാധനങ്ങളും മേടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീട് മാറ്റം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കർട്ടൻസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അളവെടുത്ത് എല്ലാ കാര്യങ്ങളും അവർ സെറ്റാക്കി തരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാട്ടിലൊരു ധാരണ എന്ന് പറഞ്ഞാൽ നൈജീരിയ എന്ന് പറയുമ്പോൾ എല്ലാവരും നല്ല പേടിയോട് കാണുമ്പോൾ സത്യം പറഞ്ഞ നൈജീരിയ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കൺട്രിയാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല വീഡിയോസും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നൈജീരിയയെ കുറിച്ച് അറിയണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ബൈ ഫ്രം നൈജ ഫാമിലി.